വിവാദ പരാമർശത്തിൽ രാഷ്ട്രീയ കോളിളക്കം തുടരുമ്പോഴും ന്യൂനപക്ഷ വിരുദ്ധ പരാമർശം വീണ്ടും ആവർത്തിച്ച് വെള്ളാപ്പള്ളി. മതമേലധ്യക്ഷന്മാർക്ക് മുന്നിൽ മുട്ടിലിഴയേണ്ട സ്ഥിതിയിലാണ് CPM പോലും എന്ന് വെള്ളാപ്പള്ളി. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മുന്നണികളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്നും രണ്ട് സമുദായവും എന്തു പറഞ്ഞാലും ആരും ചോദിക്കാനില്ലെന്നും വെള്ളാപ്പള്ളി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയിലായാലും ഈഴവന് വോട്ട് ചെയ്യണമെന്നും വെള്ളാപ്പള്ളി നടേശൻ. ആ മുസ്ലിം ലീഗിലെ മതമേലധ്യക്ഷന്മാർ വരെ മതപണ്ഡിതന്മാർ വരെ കേരളത്തെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും പറയുകയും അവർ പറയുന്ന വാക്ക് കേൾക്കുവാൻ ഇടതുപക്ഷ ഗവൺമെൻറ് പോലും മുട്ടിട്ടഴിഞ്ഞവരൊക്കെന്ന് സമ്മതിക്കേണ്ട ഒരു ആവശ്യങ്ങളും ഡിമാൻഡുകളും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ അത് ഒരു കൂട്ടായ്മയാണ്. ആസിഫ് മുഹമ്മദ് നൽകും കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ. ആസിഫ്, വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശം വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. വലിയ വിമർശനങ്ങൾ, വിവാദങ്ങളെല്ലാം ഉയരുമ്പോഴും ആ പരാമർശം ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി. വിരുന്ന് വന്നവർ വീട്ടുകാരാ എന്ന് പറയുമ്പോൾ തന്നെ അതിലെ ആ വർഗീയ പരാമർശം അതിൽ വ്യക്തമാവുകയാണ്. എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നത്? തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പകല് മുഴുവൻ ചർച്ചയായ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ ഒന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലും ഉള്ള മാറ്റമില്ല എന്ന് തെളിയിക്കുന്നതാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ ആലുവ SNDP യൂണിയൻ നടത്തിയ പരിപാടിയിൽ അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹം ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം ലീഗിന് എതിരെയുള്ള ഒരു എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. 25 സീറ്റുകൾ വിജയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുകയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മലബാറിന് പുറമെ 4 സീറ്റുകൾ മധ്യ കേരളത്തിലും വേണമെന്ന് ലീഗ് പറയുന്നു. അങ്ങനെ 25 സീറ്റുകൾ വിജയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ശ്രമമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 സമുദായങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് മുസ്ലിം സമുദായത്തെയും ക്രൈസ്തവ സമുദായത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. മുസ്ലിം ലീഗ് മതമേലധ്യക്ഷന്മാർക്ക് മുന്നിൽ മുട്ടിലിഴേണ്ട സ്ഥിതിയിലാണ് CPM പോലുമെന്ന് അദ്ദേഹം, ഇടതുപക്ഷം പോലുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇടതും വലതുമെല്ലാം മുസ്ലിം ലീഗും കേരള കോൺഗ്രസും എന്ത് പറഞ്ഞാലും മിണ്ടുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവർക്കെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. വിരുന്ന് വന്നവർ ഇപ്പോൾ വീട്ടുകാരായി മാറിയ സ്ഥിതിയിലാണുള്ളത്. ഇവിടെ ജനിച്ചു വളർന്ന നമ്മൾ അധികാരത്തിൽ നിന്ന് പുറത്തായി എന്നുള്ള കാര്യവും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈഴവനായ സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിച്ചാലും അത് രാഷ്ട്രീയം നോക്കാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഈഴവരെ വിജയിപ്പിച്ചുകൊണ്ട് അങ്ങനെ അധികാര രാഷ്ട്രീയത്തിലേക്ക് ഈഴവരുടെ പങ്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഈ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള SNDPയുടെ കീഴിലുള്ള കോളേജുകളിലടക്കം സ്കൂളുകളിലടക്കം +2 ബാച്ച് ചോദിച്ചു. എന്നാൽ അത് PJ ജോസഫ് ഒന്നും നൽകാൻ തയ്യാറായില്ല. അതേസമയം ക്രൈസ്തവ മാനേജ്മെൻറ്റിനുള്ള കോളേജുകളിൽ നൽകി തുടങ്ങിയ പരാമർശങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. ആലുവയിൽ ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന തൊട്ടടുത്തുള്ള ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനത്തിൽ അതേസമയം +2 നൽകി. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം 2 സമുദായങ്ങൾ എന്ന വാക്കാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 2 സമുദായം എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല, അവർ അത്തരത്തിൽ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ എന്തായാലും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്തായാലും മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും അത് മധ്യ കേരളത്തിലും 4 സീറ്റുകൾ മുസ്ലിം ലീഗ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 25 സീറ്റുകൾ വിജയിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മുസ്ലിം ലീഗുകാരൻ വരാനുള്ള ശ്രമമാണ് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ലീഗ് മത മേലധ്യക്ഷന്മാർക്ക് മുമ്പിൽ CPM പോലും മുട്ടുമടക്കുന്നു, അല്ലെങ്കിൽ CPMന് പോലും മുട്ടിലേണ്ട സ്ഥിതിയാണ് എന്നും എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നു. പകല് മുഴുവൻ അദ്ദേഹം 2 തവണ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് നിലപാടുകൾ ആവർത്തിക്കുകയായിരുന്നു. അതിനുശേഷം വലിയ ചർച്ചകൾ കേരളത്തിൽ എമ്പാടുമുണ്ടായി. പല രാഷ്ട്രീയ നേതാക്കളും അതിനെ എതിർത്ത് സംസാരിക്കുന്ന ഘട്ടം വന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിന്തയിലോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള തിരിഞ്ഞുനോട്ടം ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അല്പം മുമ്പ് ആലുവയിൽ നടന്ന പരിപാടിയിലും അദ്ദേഹം നിലപാട് ആവർത്തിക്കുമ്പോൾ നമുക്ക് എടുത്തു പറയാനാവുക. അതാണ്, വിവാദ പരാമർശത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴും തന്റെ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് തെളിയിക്കുകയാണ് വീണ്ടും വെള്ളാപ്പള്ളിയുടെ പുതിയ പരാമർശം. ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.